ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. സോ എങ്ങനെ എല്ലാവരും ട്രേഡിംഗ് ഒക്കെ പോകണം, അടിപൊളിയായിട്ട് പോകണം എന്ന് തന്നെ വിചാരിക്കുന്നു. സോ കുറേ പേരൊക്കെ നമുക്ക് മെസ്സേജ് അയക്കലുണ്ട് ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ അവർക്ക് കിട്ടിയ പ്രോഫിറ്റും അവർക്ക് കിട്ടിയ ലോസും അവർക്ക് പറ്റിയ അബദ്ധങ്ങളും അല്ലെങ്കിൽ എന്താണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് അയക്കലുണ്ട്. അപ്പോൾ സോ നിങ്ങൾക്കും ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഡൗട്ടുകളുണ്ട്, നിങ്ങൾ ട്രേഡ് എടുത്തു അതിലെന്താണ് തെറ്റ് പറ്റിയത് ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാം. എൻ്റെ ഇൻസ്റ്റയിലാണെങ്കിലും മെസ്സഞ്ചറിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും എല്ലാത്തിൻ്റെ ലിങ്കും നമ്പേഴ്സും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട്. സോ അതും നമുക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നമ്പറിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് DXY. കുറച്ച് പേരൊക്കെ കേട്ട് കാണും, കുറച്ച് പേരൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. കാരണം ട്രേഡിങ്ങിൽ നമ്മൾ പൊതുവേ നമ്മൾ കറൻസി പെയേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ല, യൂറോ USD, USD GPY, XAU USD ഇങ്ങനത്തെ ഒരുപാട്, അതായത് കമോഡിറ്റീസും അതുപോലെ തന്നെ ക്രൂഡ് ഓയിലും ഇങ്ങനത്തെ കാര്യത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് DXY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും USDയുടെ ഇൻഡെക്സ് ആണ്. അതിന് USD ഇൻഡെക്സ് എന്നും ഡിക്സി എന്നും അതുപോലെ DX എന്നും അങ്ങനെ പല പേരിൽ അത് അറിയപ്പെടും. US ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലവർ പറയുന്നത്. സോ ആക്ച്വലി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DXY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ഡോളർ വേറെ കുറച്ച് ബാസ്ക്കറ്റ് ഓഫ് കറൻസി എന്നാണ് പറയുക. ഈ ബാസ്ക്കറ്റ് ഓഫ് കറൻസി ആയിട്ടുള്ള ഒരു റിലേഷൻ, US ഡോളറിൻ്റെ വാല്യൂ ബാസ്ക്കറ്റ് ഓഫ് കറൻസിയുമായിട്ടുള്ള റിലേഷൻ. ഈ ബാസ്ക്കറ്റ് ഓഫ് കറൻസി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കറൻസികൾ, അതായത് US മെയിൻലി അവരുടെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് കറൻസികൾ, എക്സാമ്പിൾ യൂറോ, അതുപോലെ തന്നെ GBP പൗണ്ട്, കനേഡിയൻ ഡോളർ, അതുപോലെ തന്നെ സ്വിസ് ഫ്രാങ്ക്, പിന്നെ സ്വീഡിഷ് കോർണർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കറൻസി പെയേഴ്സ്, ഒരു ബാസ്ക്കറ്റ് ഓഫ് കറൻസി എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ഈ ബാസ്ക്കറ്റ് ഓഫ് കറൻസിയായിട്ട് ഈ ഡോളറിനുള്ള ആ ഒരു കോറിലേഷൻ വെച്ചിട്ടാണ് ആക്ച്വലി US ഇൻഡെക്സ് അല്ലെങ്കിൽ DXY ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനും നമുക്ക് സാധാരണ യൂറോ USDയുടെ പോലെ ചാർട്ടുകളുണ്ട്, അതിനും ബൈയും സെല്ലും കാര്യങ്ങളും എല്ലാം കൊടുക്കാം. സോ നമുക്ക് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, അതിൽ ട്രേഡ് എടുക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച് നമുക്ക് ഈ DXYയുടെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ യൂറോ USD അല്ലെങ്കിൽ ഗോൾഡ് ഇങ്ങനത്തെ USD വരുന്ന പെയറുകളുടെയൊക്കെ മൂവ്മെൻറ്റുകൾ നമുക്ക് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പ്രെഡിക്റ്റ് എന്നല്ല, ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവരൊക്കെ കോറിലേറ്റഡ് ആയിട്ടുണ്ട്. ഈ US ഇൻഡെക്സിൻ്റെ ഈ DXYൻ്റെ പെയറുകൾ ഇതായിട്ട് കോറിലേറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പോലും ഇപ്പോൾ ലാസ്റ്റ് ഒരു കുറച്ച് വർഷങ്ങളായിട്ടൊരു 13 അല്ലെങ്കിൽ 20% ഇപ്പോൾ ഡോളറിൻ്റെ, അതായത് ഈ DXY 13% കൂടിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ മൂല്യം കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യൻ റുപ്പീൻ്റെ മൂല്യം 13% കുറഞ്ഞിട്ടുണ്ടാവും. സോ അങ്ങനത്തെ ഒരു റിലേഷൻ, കാരണം നമ്മൾക്ക് ഇന്ത്യൻ റുപ്പി അധികവും നമ്മൾ ഡോളറിലാണ് നമ്മുടെ ട്രേഡുകളൊക്കെ നമ്മൾ നടത്തുന്നത്, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഡോളറിലാണ് വരുന്നത്. സോ അവിടെ കൂടുമ്പോൾ ഇവിടെ കുറച്ച് കുറയും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് റിലേഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ DXYയുടെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണോ അത് നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടായിരിക്കും ഇനി യൂറോ USDയുടെയൊക്കെ മൂവ്മെൻറ്റ്. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പലരും യൂസ് ചെയ്യുന്നു. നോർമൽ ഒരു സ്കാൽപ്പിംഗ് മെത്തേഡോ അല്ലെങ്കിൽ നോർമൽ ഒരു രീതിയിൽ ട്രേഡ് ചെയ്ത് പോകുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു വലിയ രീതിക്ക് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ, വലിയൊരു ലോങ് ടേം ട്രേഡ് അല്ലെങ്കിൽ വലിയൊരു സ്കാൽപ്പിംഗ് അല്ലാത്ത രീതിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് അത് നോക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അതിൻ്റെ ഒരു മൂവ്മെൻറ്റും നമ്മൾ എടുത്ത ഒരു സെയിം ഡയറക്ഷനിലേക്കാണെങ്കിൽ, യൂറോ USDയിലൊക്കെ സെയിം ഡയറക്ഷനിലേക്കാണെങ്കിൽ അത് രണ്ടും കൂടുതൽ കൺഫർമേഷനാണ്. സോ നമുക്കത് ജസ്റ്റ് ചാർട്ടിൽ എങ്ങനെയാണ് അതിൻ്റെ എങ്ങനെയാണ് നോക്കുക, എങ്ങനെയാണ് റിലേഷൻ വരിക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ DXYയുടെ ചാർട്ട്. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും വാച്ച് ചെയ്യണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡൗട്ടുള്ളവർക്ക് കമൻറ്റിൽ ചോദിച്ചാൽ മതി. എന്തെങ്കിലും തരത്തിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആക്കി തരാം. അപ്പോൾ ട്രേഡിംഗ് വ്യൂ എടുത്തിട്ട് ഞാനതിൽ DXYയുടെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും US ഡോളർ ഇൻഡെക്സ് അല്ലെങ്കിൽ DXYയുടെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് 1 hour ചാർട്ടാണ്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ US ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത് US ഡോളർ അഗെയിൻസ്റ്റ് കുറച്ച് കറൻസികളുമായിട്ടുള്ള ആ ഒരു പ്രത്യേക ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് ഈ ഒരു ഇത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് യൂറോ, ജപ്പാനീസ് യെൻ, ബ്രിട്ടീഷ് പൗണ്ട്, കനേഡിയൻ ഡോളർ, അതുപോലെ സ്വീഡിഷ് ക്രോണ, സ്വിസ് ഫ്രാങ്ക്, ഇതെല്ലാം ജോയിൻ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന്റെ മൂവ്മെന്റിനനുസരിച്ചിട്ടുള്ള എഫക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. സോ ഇതിന്റെ മൂവ്മെന്റിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഫോറക്സ് മാർക്കറ്റിൽ മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റീനെ വരെ അത് എഫക്റ്റ് ചെയ്യും. ഇതിന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ടുള്ള മൂവ്മെന്റുകൾ അവിടെയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെയും അതിന്റെ ഒരു എഫക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതൊരു 1 അവർ ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 അവർ ചാർട്ടിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ന്യൂസിന്റെ ഫലമായിട്ട് വലിയൊരു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വലിയ രീതിക്ക് തന്നെ ഒരു അപ്പ് പോയിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ആ ഒരു ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിട്ട് വരുമല്ലേ. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ മുമ്പ് സ്മാർട്ട് മണി കോൺസെപ്റ്റിന്റെ വീഡിയോസിൽ, സ്മാർട്ട് മണിയുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും അത് പോയി കാണണം. സോ ഇതിലേക്ക് തിരിച്ച് ആ ഒരു ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇനിയൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു മുകളിലോട്ട് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് ആണ്. പക്ഷെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നൊരു അപ് ട്രെൻഡ് കാണാം. പക്ഷെ ഇവിടെയും ഇതുപോലെ തന്നെ 1 അവറിന്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലും ഇതുപോലെ തന്നെ വലിയൊരു ഹ്യൂജ് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അവിടെയും ഒരു ഫില്ലാവാതെ കിടക്കുന്ന ചില ഫെയർ വാല്യൂ ഗ്യാപ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്കും എപ്പോഴെങ്കിലും മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ചാൻസസും കാര്യങ്ങളും മാർക്കറ്റിൽ ഉണ്ട്. സോ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് ഡൗൺ ട്രെൻഡ് ആണ്. അത് കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ച് വീണ്ടും ഓർഡർ ബ്ലോക്ക് ഗ്രാബ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡ് വരും. സോ ഇതിനനുസരിച്ചിട്ടുള്ള അതേ മൂവ്മെന്റ് തന്നെ ആയിരിക്കും എന്തിനു വരിക, അതായത് ഇത് ഡോളറിന്. അപ്പൊ ഇത് ഒരു മൂവ്മെന്റ് ആണ് ഡോളറിന്റെ സ്ട്രെങ്ത് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതില് നിങ്ങൾക്ക് നോക്കാം, വാല്യൂ എന്ന് പറയുന്നത് 104 ആണ്, 104 ആണ്. സോ 100ന് മേലെയാണ് DXY എങ്കിൽ ഡോളർ സ്ട്രോങ് ആണ്. അപ്പൊ മറ്റു കറൻസികളൊക്കെ വീക്ക് ആയിരിക്കും. ഡോളർ നല്ല സ്ട്രോങ് ആണ്. 100ന് മുകളിലാണെങ്കിൽ ഡോളർ സ്ട്രോങ് ആണ്. 100ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഡോളർ വീക്ക് ആയിക്കൊണ്ടിരിക്കും. 100ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഡോളർ വീക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ഇപ്പൊ വളരെ കുറെ ആയിട്ട് 100ന് മേലെ തന്നെയാണ്. നിങ്ങൾക്ക് കുറച്ച് ബാക്ക് അടിച്ച് നോക്കുമ്പോൾ റേഞ്ച് കാണാൻ പറ്റും. 100ന് മുകളിൽ തന്നെയാണ്. 100, 102, അതായത് ഡോളർ അത്യാവശ്യം 101, 102 ആ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. കുറേ മുന്നേ ആണ് ഇത്. നമുക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു മന്ത്ലി ചാർട്ട് എടുത്തു നോക്കാം. മന്ത്ലി ചാർട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 100ന് താഴെ വന്ന ആ ഒരു സമയം, അതായത് നവംബർ 99 ആണ് കാണിക്കുന്നത്. 99 എന്ന് പറയുമ്പോൾ 1999, വളരെ മുമ്പ്, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2003 ആ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട്. 2016 വന്നിട്ടുണ്ട്. അപ്പൊ ചില സമയങ്ങളിൽ 90ക്ക് താഴെ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും 90ക്ക് മുകളിലായിരുന്നു. റീസെന്റ് ആയിട്ട് 90 അല്ല, 100ന് താഴെ വന്നിട്ടുണ്ട്. ഇപ്പൊ 100, അപ്പോൾ റീസെന്റ് ആയിട്ട് 100ന് മുകളിൽ കയറിയതാണ്. റീസെന്റ് മീൻസ് ഈ ഒരു സമയത്ത്, ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട്, അതായത് 2022 100ന് താഴെയായിരുന്നു. അപ്പൊ ഡോളർ കുറച്ച് വീക്കായിരുന്നു. ഡോളർ ആ 2022 സമയത്തൊക്കെ കുറച്ച് വീക്കായിരുന്നു. അതിനുശേഷം 23ക്ക് ശേഷം വീണ്ടും സ്ട്രോങ് ആയി, നല്ല സ്ട്രോങ് ആയി തുടങ്ങി. പിന്നെ ആദ്യം വീക്ക് ആയതാണ്. കാരണം നല്ല സ്ട്രോങ് ആയി 114 വരെയൊക്കെ എത്തി, നല്ല സ്ട്രോങ് ആയി. ഇപ്പൊ ആദ്യം വീക്കായി വരുന്നുണ്ട്. 102ലേക്ക് തന്നെ എത്തി. ആദ്യ ഡോളർ ചെറുതായിട്ട് വീക്കായി എങ്കിൽ പോലും ടോട്ടലി 100ന് മുകളിലായതുകൊണ്ട് ഇത് സ്ട്രോങ് ആണ്. 100ന് താഴെയാണെങ്കിൽ വീക്കാണ്. അപ്പൊ ഡോളർ സ്ട്രോങ് ആണ്. ഇപ്പൊ 100ന് മുകളിലായതുകൊണ്ട് ഡോളർ സ്ട്രോങ് ആണ്. അപ്പൊ നമ്മൾ തിരിച്ച് 1 അവർ ചാർട്ടിലേക്ക് വരാം. 1 അവർ ചാർട്ടിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഡൗൺ ട്രെൻഡ് ആണ് വരുന്നത്. ഡോളർ സ്ട്രോങ് ആണ് അത്യാവശ്യം. അപ്പൊ ഡോളറിന്റെ രണ്ടാമത് കിടക്കുന്ന പെയറുകൾ, നമ്മൾ ന്യൂസിന്റെ കാര്യത്തിലൊക്കെ പറയുന്ന പോലെ ഡോളർ രണ്ടാമത് കിടക്കുന്ന പെയറുകൾ എന്ത് സംഭവിക്കും? ഡോളർ സ്ട്രോങ് ആവുമ്പോൾ നമ്മുടെ ഗോൾഡ് ഒക്കെ, XAUSD ഒക്കെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് കാണിക്കുക. അപ്പൊ ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും നമ്മുടെ ഗോൾഡിലേക്ക്. അപ്പൊ ജസ്റ്റ് ഗോൾഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഗോൾഡ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അപ് ട്രെൻഡ് ആണ് വന്നിരിക്കുന്നത്.
ഗോൾഡ് നേരെ ഓപ്പോസിറ്റ് അപ് ട്രെൻഡ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ അവിടെ വലിയൊരു ക്യാൻഡിൽ ഹൈയിലേക്ക് പോയത്, ബൈയിലേക്ക് പോയത് അല്ലെങ്കിൽ അപ്പിലേക്ക് പോയത് കണ്ടു. അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ അതുപോലെ തന്നെ ഈ ക്യാൻഡിൽ ഡൗണിലേക്കാണ് വന്നത്. ഇവിടെ ഡൗണിലേക്കാണ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നത്. അതുപോലത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെയും കാണാം. ഈ ഒരു ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് ഇവിടെ വരുന്നത്. കാരണം എന്താണ്, അതിന്റെ അതേ റിയാക്ഷൻ തന്നെയാണ്, അതിന്റെ അതേ ആക്ഷൻ തന്നെയാണ് ഗോൾഡിൽ US ഡോളറിൽ സംഭവിക്കുക. DXY എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് US ഡോളർ സ്ട്രെങ്ത് വരുന്നതും അതായത് അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഗോൾഡിൽ വരിക. അപ്പൊ അവിടെ ഇനി ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു, എന്തെങ്കിലും ഓർഡർ ബ്ലോക്ക് എടുത്തു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഡൗൺ ട്രെൻഡ്, അത് തിരിച്ച് അപ് ട്രെൻഡിലേക്കാവും. അപ്പൊ ഇവിടെ നേരെ ഡൗൺ ട്രെൻഡിലേക്കാവും. അപ്പൊ അതിന്റെ ആക്ഷൻ വെച്ച് നോക്കിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കുന്നതൊക്കെ കൺഫേം ചെയ്യാൻ പറ്റും. ഏകദേശം ആ ഒരു മൂവ്മെന്റ് തന്നെയാണ് റിസംബിൾ ചെയ്യുക. അതിന്റെ ഓപ്പോസിറ്റ് മൂവ്മെന്റ് ആണ് ഗോൾഡിൽ റിസംബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് ട്രേഡ് എടുക്കുന്നത് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് DXYയുടെ ഇമ്പോർട്ടൻസ്. അപ്പൊ DXY എന്താണ് നെക്സ്റ്റ് മൂവ്മെന്റ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഏകദേശം ആ മൂവ്മെന്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് ട്രേഡ് ഒക്കെ കൺഫേം ചെയ്തിട്ട് എടുക്കാൻ പറ്റും. മാത്രമല്ല ഗോൾഡ് ഇപ്പൊ DXY 90ക്ക് 100ന് താഴെ പോയി കഴിഞ്ഞാൽ ഗോൾഡിന്റെ ഡോളറിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഡോളറിന്റെ സ്ട്രെങ്ത് കുറയുമ്പോൾ ഗോൾഡൊക്കെ പിന്നെ ബൈയിലേക്ക് പോകാനാണ് ചാൻസ്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കോറിലേഷൻ വരുന്നത്. അപ്പൊ എല്ലാവരും DXY എന്നും അതുപോലെ തന്നെ US ഡോളർ ഇൻഡെക്സ് എന്നും അങ്ങനെ പല ഡിക്സിന്നും ഒക്കെ പറഞ്ഞ് പലരും കേട്ടിട്ടുണ്ടാവും. ഇതന്നെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എഫക്ട് വരുന്നുണ്ട്. കാരണം ഡോളറിന്റെ സ്ട്രെങ്ത് കൂടുന്തോറും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ ഡൗണിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കേട്ട് കാണും, പക്ഷെ ഇതെന്താണ് എന്നൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ ടോപ്പിക്ക് പറഞ്ഞത്. ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടോ ട്രെൻഡ് ലൈൻ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടോ നമ്മൾ മറ്റ് പെയറുകളിൽ എടുക്കുന്ന തിയറി നേരെ നമുക്ക് DXYയിൽ വെക്കാം, അപ്ലൈ ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് മൂവ്മെന്റ് പ്രെഡിക്റ്റ് ചെയ്യാം. അതിനനുസരിച്ചിട്ട് ഇവിടെയും ആ മൂവ്മെന്റുകൾ നമുക്ക് കൺഫേം ചെയ്യാം. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉചിതമായ രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ മറ്റു പല സ്ട്രാറ്റജികളും ഉണ്ടെങ്കിൽ അതുമായിട്ട് ഞാൻ ഇതിന്റെ വേറെ രീതിയിലുള്ള സ്ട്രാറ്റജികളൊക്കെ വെച്ചിട്ടുള്ളതുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഒരു നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നൊക്കെ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. സോ ജസ്റ്റ് ഇപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. സോ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. സോ DXYയുടെ കണ്ടില്ലേ, DXYയുടെ ചാർട്ടും അതിൻ്റെ ആ റിലേഷൻ എല്ലാം കണ്ടില്ലേ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് സ്കാൽപ്പിംഗ് മെത്തേഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയൊക്കെ നോക്കുന്നവർക്ക് ഓക്കെ, അവർക്കത് DXY നോക്കണം എന്നൊന്നുമില്ല. പക്ഷെ കുറച്ച് ഹൈ ലെവലിൽ നോക്കുന്നത്, അതായത് കുറച്ച് വലിയ ലെവലിലൊക്കെ ട്രേഡ് നോക്കുന്നവർക്ക് ആ മൂവ്മെൻ്റ് ഒക്കെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് DXY നോക്കിക്കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് എന്താണ് ഈ DXY, കേൾക്കുന്നുണ്ട് ശരിക്കും അറിയില്ല എന്നൊക്കെ. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്തത്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻസ് ഒക്കെ ചോദിക്കാം. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം സെലക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബ്രോക്കറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി രജിസ്റ്റർ ചെയ്യാം. അതുപോലെ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഫോക്കസ് ട്രേഡ് FX എന്ന് പറഞ്ഞിട്ടൊരു കംപ്ലീറ്റ് ഒരു ഇംഗ്ലീഷ് ചാനലാണ്. സോ ആ ചാനലിലും നമ്മൾ വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കാണാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ ബൈ.